ഇന്ന് നമുക്ക് വരാറുകുട്ടിനെ നമുക്കൊന്ന് വറുത്തരച്ച് കറി വെച്ച് നോക്കിയാലോ. ഞാനാണെങ്കിൽ ഈ മീൻ ഫസ്റ്റ് ടൈമായിട്ടോ കാണുന്നതും ഈ പേര് കേൾക്കുന്നതും. യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് ഈ ഒരു പേര് തന്നെ കിട്ടിയത്. ഞാനിവിടെ അരമുറി തേങ്ങയാട്ടോ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ചുവന്നുള്ളി, വെളുത്തുള്ളി, കുരുമുളക്, ഉലുവ, കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കും അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മീനാണെങ്കിലും ഇതുപോലെ തേങ്ങ വറുത്തരച്ച് വയ്ക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനപ്പോൾ കുടംപുളി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അതിനുശേഷം മീൻ വെക്കാൻ പോകുന്ന ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി എന്നിവയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വറുത്തരച്ച് വയ്ക്കുന്ന കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ വെക്കാനായിട്ട് മടിയായത് കാരണം ഇവിടെ അങ്ങനെ വെക്കാറില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വെള്ളത്തിൽ കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാറൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഉപ്പും പുളിയൊക്കെ നോക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അവിടെ ഇരുന്നൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ തേങ്ങ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പറ്റി, ചാറൊക്കെ ഒന്ന് പറ്റി നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.